ഹലോ ഓൾ, നമ്മൾ നോക്കാൻ പോകുന്നത് വില്യം ഷേക്സ്പിയറുടെ സോണറ്റുകളിൽ ഒന്നായിട്ടുള്ള സോണറ്റ് 121 ആണ്. നമുക്കിതിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഷേക്സ്പിയറുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ഷേക്സ്പിയർ ജനിച്ചത് 26 ഏപ്രിൽ 1564 നമുക്കറിയാം, ഹി വാസ് ആൻ ഇംഗ്ലീഷ് പോയറ്റ്, പ്ലേ റൈറ്റ് ആൻഡ് ആൻ ആക്ടർ. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സിൽ ഒരാളായിട്ടാണ് നമ്മൾ ഇദ്ദേഹത്തിനെ കണക്കാക്കുന്നത്. ഇംഗ്ലണ്ടിലെ നാഷണൽ പോയറ്റ് എന്നും ബാർഡ് ഓഫ് ഏവൺ എന്നും നമ്മൾ ഇദ്ദേഹത്തിനെ വിളിക്കാറുണ്ട്. 38 പ്ലേസും 154 സോണറ്റ്സുമാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതുപോലെ 1585 തൊട്ട് 1592 വരെയുള്ളൊരു കാലയളവിൽ ഇദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസിനെ പറ്റി നമുക്ക് വലിയൊരു അറിവൊന്നുമില്ല. സോ ഈ ഒരു കാലഘട്ടം അറിയപ്പെടുന്നത് ദ ലോസ്റ്റ് ഇയേഴ്സ് എന്നാണ്. 1594 ഇദ്ദേഹം ലോർഡ് ചേംബർലിൻസ് കമ്പനിയിലെ ഒരു മെമ്പറായി മാറി. ഇതൊരു പോപ്പുലർ ആയിട്ടുള്ള പെർഫോമിംഗ് കമ്പനിയാണ്. പിന്നീട് ഇത് അറിയപ്പെട്ടത് കിങ്സ് മെൻ എന്നായിരുന്നു. അതുപോലെ ഇതിന് ശേഷം വരുന്ന 20 വർഷത്തോളം അദ്ദേഹം പ്ലേസും പോംസും ഒക്കെ എഴുതാനായിട്ട് സ്പെൻഡ് ചെയ്തതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 23 ഏപ്രിൽ 1616 തൻ്റെ 52ാമത്തെ വയസ്സിലാണ് ഷേക്സ്പിയർ മരിക്കുന്നത്. നമുക്കിനി ഷേക്സ്പിയൻ സോണറ്റ്സുകളുടെ പൊതുവിലുള്ള കുറച്ച് പ്രത്യേകതകൾ മനസ്സിലാക്കാം. ഷേക്സ്പിയൻ സോണറ്റ്സിൻ്റെ മറ്റൊരു പേരാണ് എലിസബത്തൻ സോണറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്കറിയാം കളക്ഷൻ ഓഫ് 154 പോംസ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാട്രെയിൻസും കപ്ലെറ്റും ആയിട്ടാണ് ഇവിടെ നമുക്ക്, അതായത് 14 ലൈൻസ് ആണ് ഒരു സോണറ്റിൽ ഉണ്ടാവുക എന്ന് നമുക്കറിയാം. ഈ 14 ലൈൻസിനെ ക്വാട്രെയിൻസും കപ്ലെറ്റും ആണ് ആക്കിയിരിക്കുന്നത്. അതിൽ 3 ക്വാട്രെയിൻസ് വരും. ക്വാട്രെയിൻസ് എന്ന് പറയുന്നത് 4 ലൈനുള്ള സ്റ്റാൻസ ആയിരിക്കും. അങ്ങനെ 3 ക്വാട്രെയിൻസ് ആണ് വരുന്നത്. അതിൽ ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള റൈമാണ് വരിക. അതേപോലെ ഫൈനൽ വരുന്ന ഈ 2 ലൈൻ, അതാണ് ഈ കപ്ലെറ്റ് എന്ന് പറയുന്നത്. അത് റൈമഡ് കപ്ലെറ്റ് ആയിരിക്കും. അതിൽ നമുക്കൊരു വോൾട്ട, അതല്ലെങ്കിൽ ട്വിസ്റ്റ് കാണാൻ സാധിക്കുന്നത് അവിടെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത് ABAB, CD EF GG എന്നാണ്. സോ 14 ലൈൻസ് ആണ് നമുക്ക് സോണറ്റിൽ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ക്വാട്രെയിനും കപ്ലെറ്റും ആക്കിയിട്ടുള്ള ഡിവിഷനാണ് ഇവിടെ ഉള്ളത്. ഇനി നമ്മൾ മീറ്ററിനെ പറ്റി നോക്കുകയാണെങ്കിൽ അയംബിക് പെൻറ്റമീറ്ററിലാണ് ഷേക്സ്പിയൻ സോണറ്റ്സ് എഴുതപ്പെട്ടിരിക്കുന്നത്. അയംബ് എന്ന് പറയുന്നത് ഒരു മെട്രിക്കൽ ഫുട്ടാണ്. അതായത് ഇതിലൊരു അൺസ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു സിലബിളും അതിനെ ഫോളോ ചെയ്തിട്ടുള്ള ഒരു സ്ട്രെസ്ഡ് സിലബിളും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ 5 സെറ്റാണ്, ഈ 2 ബീറ്റിൻ്റെയും 5 സെറ്റ്സ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇതാണ് നമ്മൾ ഈ ഒരു മെട്രിക്കൽ ഫുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 സെറ്റ്സ് കൂടി ചേരുമ്പോഴാണ് നമ്മളിതിനെ പെൻറ്റമീറ്റർ എന്ന് വിളിക്കുന്നത്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അഡ ഢം ഡ ഢം എന്ന ആ ഒരു അൺസ്ട്രെസ്ഡിനെ ഫോളോ ചെയ്തിട്ട് വരുന്ന സ്ട്രെസ്ഡ് സിലബിളായിരിക്കും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുക. ഷേക്സ്പിയൻ സോണറ്റ്സിലെ പ്രധാനപ്പെട്ട തീംസ് ആയിട്ട് നമ്മൾ പറയുന്നത് ലവ്, ടൈം, ബ്യൂട്ടി, ഇമ്മോർട്ടാലിറ്റി, ജലസി ആൻഡ് ബീട്രയൽ എന്നിവയാണ്. ഇനി നമുക്ക് ഷേക്സ്പിയൻ സോണറ്റ്സിന് പലതരത്തിലുള്ള ഡിവിഷൻസും കൊടുക്കുന്നുണ്ടെങ്കിലും മോസ്റ്റ് അപ്പാരൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡിവിഷൻ എന്ന് പറയുന്നത് തോമസ് തോർപ്പിൻ്റെയാണ്. അതുപോലെ തന്നെ തോമസ് തോപ്പാണ് 1609 കോട്ടോയിൽ ആദ്യമായിട്ട് ഈ പറയുന്ന 154 സോണറ്റ്സിനെയും പബ്ലിഷ് ചെയ്യുന്നത്. അതുകൂടി തോമസ് തോർപ്പിൻ്റെ കാര്യത്തിൽ ഓർക്കേണ്ട ഒന്നാണ്. തോപ്പിൻ്റെ ഡിവിഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദ ഫെയർ യൂത്ത് സോണറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യത്തെ 126 സോണറ്റ്സും ഒരു ഫെയർ യൂത്ത് എന്ന് റെഫർ ചെയ്യപ്പെടുന്ന ഒരു യങ് മാനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട തീംസ് ഇവിടെ തന്നിട്ടുണ്ട്, അതൊന്ന് വായിക്കുക. ഇതിലെ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ ദ ഫെയർ യൂത്ത് സോണറ്റ്സിലെ പ്രധാനപ്പെട്ട സോണറ്റ്സ് ആണ് സോണറ്റ് 18 ഷാൾ ഐ കമ്പയർ ദി ടു എ സമ്മേഴ്സ് ഡേ, സോണറ്റ് 55 നോട്ട് മാർവൽ, നോ ദി ഗ്ലൈഡഡ് മോണ്യുമെൻറ്റ്സ്, സോണറ്റ് 116 ലെറ്റ് മീ നോ ടു ദി മാരേജ് ഓഫ് ട്രൂ മൈൻഡ്സ്. സെക്കൻഡ് ഡിവിഷൻ അറിയപ്പെടുന്നത് ദ ഡാർക്ക് ലേഡി സോണറ്റ്സ് എന്നാണ്. സോണറ്റ് 127 തൊട്ട് 152 വരെയാണ് ഡാർക്ക് ലേഡി സോണറ്റ്സ്. ഇത് ഡാർക്ക് ലേഡി എന്ന് റെഫർ ചെയ്യുന്ന ഒരു മിസ്റ്റീരിയസ് വുമണെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീംസ് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് നോട്ടബിൾ ആയിട്ടുള്ള ദ ഡാർക്ക് ലേഡി സോണറ്റ്സിലെ സോണറ്റ്സ് നോക്കാം. സോണറ്റ് 130 മൈ മിസ്ട്രസ് ഐസ് ആർ നത്തിങ് ലൈക്ക് ദ സൺ, സോണറ്റ് 147 മൈ ലവ് ഇസ് എ ഫീവർ ലോങ്ങിങ് സ്റ്റിൽ എന്നിവയാണ്. ലാസ്റ്റ് വൺ, അതായത് നമ്മുടെ തേർഡ് വൺ ദ ഗ്രീക്ക് സോണറ്റ്സ് ഓർ പ്രോബ്ലമാറ്റിക് സോണറ്റ്സ് ആണ്. സോണറ്റുകളായിട്ടുള്ള 153 അതുപോലെ 154 ഇതിൽ വരുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട കോണ്ടൻറ്റ് എന്ന് പറയുന്നത് ക്യൂപിഡ് ദ റോമൻ ഗോഡ് ഓഫ് ലവ് ആണെന്നറിയാം. അപ്പോൾ ക്യൂപിഡിനെയും അതുപോലെ വൂണ്ട് ചെയ്യാനും ഹീൽ ചെയ്യാനുമുള്ള ലവിൻ്റെ പവറിനെയും കാണിക്കുന്ന ഗ്രീക്ക് എപ്പിഗ്രംസിൻ്റെ അഡാപ്റ്റേഷൻസ് ആയിട്ടാണ് ഈ ലാസ്റ്റ് 2 സോണറ്റ്സ് ഉള്ളത്. ഫെയർ യൂത്തിനെയോ നേരത്തെ നമ്മൾ പറഞ്ഞ ഡാർക്ക് ലേഡീനെയോ ഒന്നും ഡയറക്റ്റ്ലി ടൈ ചെയ്യാതെ നിൽക്കുന്ന വളരെ ലൈറ്റർ ടോണിലുള്ള സോണറ്റ്സ് ആണ് ഈ അവസാനത്തെ 2 സോണറ്റ്സ്.
നമുക്കിനി സോണറ്റ് 121 പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. സോണറ്റ് 121 ഈസ് ഓൾസോ നോൺ ആസ് ഇറ്റ് ഈസ് ബെറ്റർ ടു ബി വൈൽഡ് ദാൻ വൈൽ എസ്റ്റീംഡ്. ഇത് കറപ്ഷനെയും അതുപോലെ തന്നെ ഓണസ്റ്റിനെയും പറ്റിയിട്ടുള്ള ഒരു സോണറ്റാണ്. നമുക്ക് ഈ സോണറ്റിൻ്റെ ഒരു സെൻട്രൽ മെസ്സേജ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റേ ട്രൂ ടു യുവർ സെൽഫ് ഡിസ്പൈറ്റ് അതേഴ്സ് ജഡ്ജ്മെൻറ്റ്. ആരൊക്കെ നമ്മളെ എന്തൊക്കെ ജഡ്ജ് ചെയ്താലും നമുക്ക് നമ്മളെ അറിയാലോ, നമ്മളോട് ട്രൂ ആയിട്ട് ഇരിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുതന്നെയാണ്. അതുപോലെ ഇതിലെ സ്പീക്കർ ഒരു ഫ്ലോഡ് ആയിട്ടുള്ള, അതായത് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും ആൾക്ക് സ്വയം അവെയർ ആണ്, അതായത് തൻ്റെ മിസ്റ്റേക്സ് എന്തൊക്കെയാണ് എന്നുള്ളതിനെപ്പറ്റി അവെയർ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലാണ്. അതുപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 to 126 വരെയുള്ള സോണറ്റ്സ് ഫെയർ യൂത്ത് എന്നറിയപ്പെടുന്ന ഒരു യങ് മാനെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് എ യങ് മാൻ നോൺ ആസ് ദി ഫെയർ യൂത്ത്. അതുപോലെ തന്നെ സോണറ്റ് 118, 119, 120 നിർത്തിയിടത്തു നിന്നും തന്നെയാണ് നമ്മുടെ സോണറ്റ് 121 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് നമുക്കിത് ഫീൽ ചെയ്യുക. നമുക്കിനി സോണറ്റ് 121 എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. ആദ്യം ഞാനതൊന്ന് റിസൈറ്റ് ചെയ്യുന്നുണ്ട്. സോണറ്റ് 121 ബൈ വില്യം ഷേക്സ്പിയർ. It is better to be wild than vile esteemed, when not to be receives reproach of being, and the just pleasure lost which is so deemed not by our feeling, but by others seeing. For why should others' false adulterate eyes give salutation to my sportive blood? Or on my frailties why are frail spies, which in the wills count bad, what I think good? No, I am that I am, and they that level at my abuses reckon up their own. I may be stride though they themselves be bevel. By their rank thoughts, my deeds must not be shown. Unless this general evil they maintain, all men are bad, and in their badness reign. ആദ്യത്തെ 4 ലൈൻസിൻ്റെ എക്സ്പ്ലനേഷനാണ് പറയുന്നത്. ഇവിടെ ഇറ്റ് ഈസ് ബെറ്റർ ടു ബി വൈൽഡ് ആൻഡ് വൈൽ എസ്റ്റീംഡ്. ഇവിടെ വൈൽ എന്ന് പറയുന്നത് ബാഡ് എന്നൊരു മോറലി ബാഡ് ആയിരിക്കുന്ന ഒരു അവസ്ഥയെയാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ശരിക്കും വേർച്വസ് ആണെങ്കിൽ പോലും ചിലർ നമ്മളെ ബാഡായിട്ടും ഇമ്മോറലായിട്ടും ആയിരിക്കും കണക്കാക്കുക, അല്ലേ? അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും അവർ നമ്മളെ കാണുക. അപ്പോൾ അതിനേക്കാൾ നല്ലത് എന്താണെന്നാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. നമ്മൾ ശരിക്കും ബാഡും ശരിക്കും ഇമ്മോറലായിട്ട് ഇരിക്കുക. അതാകുമ്പോൾ അവരങ്ങനെ പറഞ്ഞാലും അത് പ്രശ്നമല്ലല്ലോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ബാഡായി ഇരുന്നിട്ടാണ് നമ്മളെ അങ്ങനെ കണക്കാക്കുന്നത് എങ്കിൽ കുഴപ്പമില്ല. സോ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലതായിരിക്കുമ്പോഴും നമ്മളെ നെഗറ്റീവായിട്ട് ആളുകൾ ജഡ്ജ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സൊസൈറ്റീസ് ഒരുപാട് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. ഒരുപാട് ഇപ്പോൾ മോറലായിട്ടുള്ള വാല്യൂസ് ഉണ്ടാവും, വെർച്യൂസ് ഉണ്ടാവും. ഇതുമായിട്ട് കൺഫേം ആയിട്ട് പോകാത്തവരെല്ലാം നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. അതിനെപ്പറ്റിയും ഇവിടെ നമ്മുടെ പോയിന്റ് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ജസ്റ്റ് പ്ലഷർ എന്നത് ഇവിടെ നമ്മൾ വെർച്യൂസ് ആയിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു 3rd ലൈനിൽ ആൻഡ് ജസ്റ്റ് ദ പ്ലഷർ ലോസ്റ്റ്. അത് നമുക്ക് എപ്പോഴാണ് നഷ്ടപ്പെടുന്നത്? ആ ഒരു പ്ലഷർ നമ്മൾ റോങ് ആയിട്ട് ജഡ്ജ് ചെയ്യുമ്പോൾ ഈ പറയുന്ന പ്ലഷർ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്, അതില്ലാതെ ആവുന്നുണ്ട് എന്നാണ് പോയിന്റ് പറയുന്നത്. അതുപോലെ ഇപ്പം നമ്മൾ പറയാറുണ്ട്, എനിക്ക് എന്നെ നന്നായി അറിയാം, എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട എന്ന് നമ്മൾ പറയുമെങ്കിൽ പോലും അത് പറയുന്നത് തന്നെ എവിടെ നിന്നുമാണ് ഉണ്ടാവുന്നത്? നമ്മുടെ വസ്ത്രധാരണമാവട്ടെ, നമ്മൾ എവിടെയെങ്കിലും ഒരു ഒപ്പീനിയൻ പറയുന്നതാവട്ടെ, നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് ആവട്ടെ, ഇതെല്ലാം തന്നെ ജഡ്ജ് ചെയ്യപ്പെടുമോ എന്നൊരു പേടി നമുക്കുള്ളിലുണ്ട്, അല്ലേ? അപ്പം നമ്മുടെ എന്താണോ നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് മനസ്സിലാക്കാതെ നമ്മുടെ എക്സ്റ്റേണൽ പെർസെപ്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ അപ്പിയറൻസ് ഇത് മാത്രം വെച്ച് ഒരുപാട് ആളുകൾ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? ജഡ്ജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ നമ്മൾ ഫീൽ ചെയ്യുന്നതിനേക്കാൾ നമ്മൾ കാര്യമാക്കുന്നത് എന്താണ്? മറ്റുള്ളവർ നമ്മളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെയാണ്. അതാണ് നോട്ട് ബൈ അവർ ഫീലിംഗ് ബട്ട് ബൈ അതേഴ്സ് സീയിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 5th തൊട്ട് 8th വരെയുള്ള ലൈനിൽ പോയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. നമുക്കതിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ആക്ഷൻസും പാഷൻസും, ഈ ആക്ഷൻസും പാഷൻസിനെയും കാണിക്കാനാണ് ആ സ്പോർട്ടീവ് ബ്ലഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള റൈറ്റ് ഈ ഹിപ്പോക്രിറ്റിക്കലായിട്ടുള്ള പീപ്പിളിന് ആരാണ് കൊടുത്തത്? അവർക്കത് എങ്ങനെ കിട്ടി? ഈ ഹിപ്പോക്രിറ്റിക്കൽ പീപ്പിളിനെ കാണിക്കാനാണ് ഫാൾസ് അഡൾട്ടറേറ്റ് ഐസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അങ്ങനെയുള്ള ആളുകളുടെ ഡബിൾ സ്റ്റാൻഡേർഡ്സിനെ ക്രിട്ടിസൈസ് ചെയ്യാണ് നമ്മുടെ പോയിന്റ്. സ്വന്തം ഫോൾസിനെ അവരെന്ത് ചെയ്യാണ്? ഇഗ്നോർ ചെയ്യാണ്. എന്നിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് മുഴുവൻ ആരിലാണ്? എൻ്റെ വീക്ക്നെസ്സിലാണ്, അല്ലേ? അതിൻ്റെ ആവശ്യം എന്താണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു സ്വയം തിരിഞ്ഞു നോക്കൽ നല്ലതായിരിക്കും, ഒരു സെൽഫ് റിട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ആക്ഷൻസ് എന്തായിരുന്നു പാസ്റ്റിൽ, നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്താണോ അത് വെച്ച് മാത്രം നമ്മൾ എന്ത് ചെയ്യുക? മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ പോവുക എന്ന് നമ്മൾ പറയാറുണ്ട്. സോ ഇങ്ങനെയുള്ള മനുഷ്യർ എന്താ ചെയ്യുന്നത്? അവരുടെ കറപ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റീവായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണ് നമ്മളെ ജഡ്ജ് ചെയ്യാനായിട്ട് വരുന്നത്. നെക്സ്റ്റ് 4 ലൈൻസിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നോ ഐ ആം ദാറ്റ് ഐ ആം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് ഇവിടെ
പോയിട്ട് തൻ്റെ ഒതൻറ്റിസിറ്റീനെ അല്ലെങ്കിൽ ജെനുവിനെസ്സിനെ അല്ലെങ്കിൽ ആ ഒറിജിനാലിറ്റീനെ ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. തന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നവരിനൊക്കെ ക്രിട്ടിസൈസ് ചെയ്യാണ് പോയിട്ട്. മറ്റുള്ളവരിങ്ങനെ അക്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരാരുടെ സ്വഭാവം തന്നെയാണ് ഈ കാണിക്കുന്നത്, അവരുടെ സ്വഭാവം തന്നെയാണ് അവർ റിവീൽ ആവുന്നത് അല്ലേ, അല്ലാതെ എൻ്റെ അല്ല എന്നിവിടെ പോയിട്ട് പറയാണ്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, നമ്മുടെ റിയാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ വർത്ത് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പെർസെപ്ഷൻസ് വെച്ചിട്ടല്ല ഡിഫൈൻ ചെയ്യേണ്ടത് എന്നാണ്. അവസാന 2 ലൈൻസിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഇവിടെ പോയിറ്റിൻ്റെ തോട്ട്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് നമ്മുടെ സൊസൈറ്റിയുടെ ജഡ്ജ്മെൻറ്റ്സ് ആവട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന മൊറാലിറ്റി ആവട്ടെ, ഇതിലൊക്കെയുള്ള പോയിറ്റ്സിൻ്റെ തോട്ട്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇങ്ങനെ സൊസൈറ്റി ഭയങ്കര ഹാർഷായിട്ടും ഹിപ്പോക്രിറ്റിക്കലായിട്ടും എല്ലാം ജഡ്ജ്മെൻറ്റ് നടത്തുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സൊസൈറ്റി എപ്പോഴും ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ടുള്ള ബിലീഫ് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പറയണ കേട്ടിട്ടുണ്ടാവും, ഇപ്പം ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് അത് എന്തോ ആയിക്കോട്ടെ അതിനെ മോശമായിട്ട് അവർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആര് അങ്ങനെയുള്ള കാര്യം ചെയ്യുന്ന കണ്ടാലും അവർക്കത് മോശമായിട്ടായിരിക്കും അവർ പറയാം. അതിൻ്റെ പേരിൽ അവർ ജഡ്ജ് ചെയ്യും, അവർ മോശമാണ് എന്നുള്ളൊരു മുദ്ര കുത്തും അല്ലേ. അത് വളരെ തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണെന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ഒരു ഐഡിയ തന്നെയാണ് ഇവിടെ നമ്മുടെ പോയിറ്റ് പറയുന്നത്. സോ ഈ സൊസൈറ്റി വിചാരിക്കുന്നത് എന്താ വെച്ചാൽ എല്ലാ ഹ്യൂമൻസും ഇൻഹറൻ്റ്ലി കറപ്റ്റാണ്, ബാഡാണ്. അതായത് മനുഷ്യന്മാർക്ക് നല്ല രീതിയിലൊന്നും ചിന്തിക്കാൻ പറ്റില്ല, അവരെല്ലാവരും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മോറലി തെറ്റാണ് എന്ന് കരുതുന്ന ഒരു കോൺസെപ്റ്റാണ് സൊസൈറ്റിക്കുള്ളത് എന്നാണ്. അതാണ് ഇവിടെ ജനറൽ ഈവിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വേൾഡ് വ്യൂ എന്നത് വെർച്യൂ നോൺ എക്സിസ്റ്റൻ്റ് ആയിട്ടും ബാഡ്നെസ് മാത്രമാണ് എല്ലായിടത്തും എന്നൊരു കോൺസെപ്റ്റിലാണ് നിലനിൽക്കുന്നത് എന്നാണ്. നമുക്കിനി സോണറ്റ് 121ൻ്റെ അനാലിസിസിലേക്ക് കടക്കാം. ഇവിടെ ആദ്യം തന്നെ പോയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നത് റിയാലിറ്റീനേക്കാളും അപ്പിയറൻസിന് പ്രാധാന്യം കൊടുക്കുന്ന സൊസൈറ്റിയുടെ ഒരു ജഡ്ജ്മെൻ്റൽ നേച്ചറിനെയാണ്. അതുപോലെ തന്നെ സൊസൈറ്റിയുടെ ഹിപ്പോക്രസീനെയും ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. മോറലി ബാഡ് ആയിട്ടുള്ളവരാണ് മറ്റുള്ളവരെ എന്ത് ചെയ്യുന്നത്, ജഡ്ജ് ചെയ്യുന്നത്. മാത്രമല്ല അവസാനം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു സോണറ്റ് അവസാനിപ്പിക്കുന്നത്. അതായത് എല്ലാവരും ഇൻഹറൻ്റ്ലി ബാഡ് ആണ് എന്ന സൊസൈറ്റിയുടെ അസംഷൻസിനെയും കൂടി ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. സോ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിലെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ജഡ്ജ്മെൻറ്റും അതുപോലെ തന്നെ മൊറാലിറ്റിയുമാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റൈം സ്കീം അതുപോലെ തന്നെ മീറ്റർ എല്ലാം. റൈം സ്കീം AB CD EF GG ആണ്. അതുപോലെ അയംബിക് പെൻഡമീറ്ററിലാണ് ഈ സോണറ്റ് എഴുതപ്പെട്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട പോയട്രി ഡിവൈസസിനെ പറ്റി നോക്കുകയാണെങ്കിൽ ആദ്യത്തേത് സെസ്യൂറയാണ്. സെസ്യൂറ എന്ന് പറയുന്നത് ഒരു ലൈനിൽ അതിൻ്റെ മിഡിലിൽ പെട്ടെന്നൊരു പോസ് കൊടുക്കുന്നതിനെയാണ്. നമ്മളിപ്പം സാധാരണ വായിച്ചു പോകുന്നതല്ലാതെ അതിൻ്റെ ഇടയിൽ ഒരു പോസ് വരുമ്പോഴാണ് നമ്മളതിനെ സെസ്യൂറ എന്ന് പറയുക. എക്സാമ്പിളായിട്ട് ഓൾ മെൻ ആർ ബാഡ് ആൻഡ് ഇൻ ദ ബാഡ്നെസ് റെയിൻ, അതാണ് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത്. അലിറ്ററേഷനാണ് രണ്ടാമത്തെ പോയറ്റിക് ഡിവൈസ് ആയിട്ട് പറയുന്നത്. ഇവിടെ അലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, റെപ്പറ്റീഷൻ ഓഫ് സെയിം കോൺസണന്റ് സൗണ്ട് അറ്റ് ദി ബിഗിനിങ് ഓഫ് ഈച്ച് വേർഡ്സ് പ്ലേസ്ഡ് ഇൻ എ സിംഗിൾ ലൈൻ. ഒരു ലൈനിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുള്ള വേർഡ്സിൽ ആദ്യത്തെ ലെറ്റർ എന്തായിട്ട് വരും, ഒരേ കോൺസ്റ്റന്റ് സൗണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ലൈൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൈൽ എന്ന് പറയുന്നത് വി റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ സെക്കൻഡ് ലൈൻ എടുക്കുകയാണെങ്കിൽ റിസീവ്സ് റിപ്രോച്ച്, അതിൽ 6 റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ ഇത് നമുക്ക് അലിറ്ററേഷൻ ആയിട്ട് പറയാം. അടുത്ത എൻജാംമെൻ്റ് ആണ്. എൻജാംമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോപ്പിംഗ് പോയിന്റിന് മുമ്പ് തന്നെ ഒരു ലൈനെ നമ്മൾ കട്ട് ഓഫ് ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അതിനെ എൻജാംമെൻ്റ് എന്ന് പറയാം. അതിന് 2 എക്സാമ്പിൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. And the just pleasure lost which is so deemed not by our feeling but by others seeing. കണ്ടോ, ഡീംഡിന് ശേഷം അവിടെ ശരിക്കും നോട്ട് ഉണ്ട്. അവിടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോപ്പിംഗ് പോയിന്റിന് മുമ്പ് തന്നെ നമ്മൾ ആ ലൈനിനെ അവിടെ കട്ട് ചെയ്തു. അതുപോലെ തന്നെയാണ് for why should others false adulterate eyes give salutation to my sportive blood എന്നതും. അപ്പോൾ ഇതാണ് എൻജാംമെൻറ്റിനുള്ള എക്സാമ്പിൾസ്. ഇത്രയും കാര്യങ്ങളാണ് സോണറ്റ് 121നെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഷേക്സ്പിയറിയൻ സോണറ്റ്സുമായി റിലേറ്റ് ആയിട്ടുള്ള MCQs പരിചയപ്പെടാം. താങ്ക് യു സോ മച്ച്.